ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ ജോബ് അപ്ഡേറ്റ്സ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ്. ജോബ് അപ്ഡേറ്റ്സ് മാത്രമല്ല, കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും നമ്മൾ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇനിയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഡൗട്ടുള്ള കേരളത്തിലെ 4 വർഷത്തെ ബിരുദത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കറിയാം 2024-25 അധ്യയന വർഷം കേരളത്തിലെ സർവകലാശാലകൾ 3 വർഷ ബിരുദ കോഴ്സുകളോടൊപ്പം 4 വർഷ ഓണേഴ്സ് ബിരുദ കോഴ്സുകളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കേരളത്തിൽ ബാച്ചിലർ ബിരുദം 3 തരത്തിലായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേരളത്തിൽ ബാച്ചിലർ ബിരുദം 3 തരത്തിലാണ്. ആദ്യത്തേതെന്ന് പറയുമ്പോൾ 4 വർഷ ബിരുദ കോഴ്സും ചേരുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ബിരുദം നേടിയിട്ട് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും. 4 വർഷ ബിരുദ കോഴ്സ് ആണെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ബിരുദം നേടിയിട്ട് പുറത്തിറങ്ങാനായിട്ട് സാധിക്കും. തുടർന്ന് പഴയ പോലെ തന്നെ 2 വർഷം കൊണ്ട് മാസ്റ്റർ ബിരുദം നേടാം എന്നുള്ളതാണ് ഒരു തരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PhD നേടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 4 വർഷവും പഠിച്ച് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം കൈവരിക്കാനായിട്ട് സാധിക്കും. ഇതും PhD പ്രവേശന യോഗ്യതയായിട്ടാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, PhD നേടാൻ താല്പര്യമുള്ളവർക്ക് 4 വർഷവും പഠിച്ച് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം കൈവരിക്കാനായിട്ട് സാധിക്കും. ഇതും PhD പ്രവേശന യോഗ്യതയായിട്ടാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഗവേഷണത്തിനൊന്നുമല്ല നിങ്ങൾക്ക് താല്പര്യം എന്ന് വിചാരിക്കുക, തൊഴിലിലേക്ക് കടക്കാനാണ് താല്പര്യമെങ്കിൽ 4 വർഷ തൊഴിൽ നൈപുണ്യങ്ങൾ നേടിയിട്ട് ഓണേഴ്സ് ബിരുദം കൈവരിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് 4 വർഷ ബിരുദ കോഴ്സ് ചേരുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ബിരുദം നേടിയിട്ട് പുറത്തിറങ്ങാൻ സാധിക്കും. തുടർന്ന് പഴയ പോലെ 2 വർഷം കൊണ്ട് PG നിങ്ങൾക്ക് ചെയ്യാം. ഇനി PhD നേടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 4 വർഷവും പഠിച്ച് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം കൈവരിച്ചിട്ട് ഇതും PhD പ്രവേശന യോഗ്യതയായിട്ടാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഇനി തൊഴിലിലേക്ക് ഇറങ്ങാനാണ് താല്പര്യമെങ്കിൽ 4-ാം വർഷം തൊഴിൽ നൈപുണ്യങ്ങൾ നേടിയിട്ട് ഓണേഴ്സ് ബിരുദവും കൈവരിക്കാനായിട്ട് സാധിക്കും. ഈ 4 വർഷം ഓണേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം നേടിയവർക്ക് അധ്യാപന ജോലിക്കും PhD പ്രവേശനത്തിനും അർഹത നൽകുന്ന നെറ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. UGC വ്യവസ്ഥ പ്രകാരം 4 വർഷം അല്ലെങ്കിൽ 8 സെമസ്റ്റർ ആണല്ലോ. 4 വർഷം എന്ന് പറയുമ്പോൾ 8 സെമസ്റ്റർ ബാച്ചിലർ ബിരുദക്കാർക്ക് 75% മൊത്തം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ 4 വർഷ ബിരുദത്തിൻ്റെ പാഠ്യക്രമത്തിൽ ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട്, പാത്വേ കോഴ്സുകളുണ്ട്, ഇലക്റ്റീവ് കോഴ്സുകളുണ്ട്, മേജർ മൈനർ ബിരുദങ്ങൾ മുതലായവയും ഉണ്ട്. 4 വർഷ ബിരുദം ലഭിക്കാൻ 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റും അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് 177 ക്രെഡിറ്റും നേടണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സുകളുടെ ഭാഗമായിട്ടുള്ള AEC, MDC, VAC, SEC അറിയുമായിരിക്കുമല്ലോ. ഇതിലും അതിൻ്റെതായ ക്രെഡിറ്റുകളും നേടണം. AEC എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് അല്ലെ. MDC എന്ന് പറഞ്ഞാൽ എന്താണ്? MDC എന്ന് പറഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് അല്ലെ. VAC എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ആഡഡ് കോഴ്സ് ആണ്. SEC എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ്. അപ്പോൾ ഇതിലും അതിൻ്റെതായ ക്രെഡിറ്റ് നേടിയിരിക്കണം. ഏതൊക്കെയാണ്? AEC, അതുപോലെ തന്നെ MDC, VAC, SEC. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? 4 വർഷ ബിരുദം ലഭിക്കാൻ 3 വർഷം നമ്മൾ പറഞ്ഞു. താല്പര്യമുള്ളവർക്ക് 3 വർഷത്തിനുള്ളിൽ ബിരുദം നേടി പുറത്തിറങ്ങാം എന്ന് പറഞ്ഞു. എന്നാൽ ക്രെഡിറ്റ് എത്ര നേടിയിരിക്കണം? 133 ക്രെഡിറ്റും 4 വർഷം കൊണ്ട് 177 ക്രെഡിറ്റും നേടിയിരിക്കണം എന്നുള്ളതാണ്. ഫൗണ്ടേഷൻ കോഴ്സുകൾക്ക് അതിൻ്റെതായ ക്രെഡിറ്റുകളും നേടണം. അതായത് ഇപ്പോൾ AEC എന്ന് പറയുമ്പോൾ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സാണ് നമ്മൾ പറഞ്ഞു. അതിൽ വരുന്നത് മുഖ്യമായിട്ടും ഭാഷാ പ്രാവീണ്യം കോഴ്സുകൾ, അതായത് ഇംഗ്ലീഷും മറ്റു ഭാഷകളുമാണ് അതിൽ വരുന്നത്. ഇനി VAC എന്ന് പറയുമ്പോൾ വാല്യൂ ആഡഡ് കോഴ്സാണ്. എക്സാമ്പിൾ പറയുമ്പോൾ ആത്മവിശ്വാസം, പെരുമാറ്റ രീതികൾ, ശാസ്ത്രബോധം, പൗരബോധം, പരിസ്ഥിതി, സംഗീതം, സ്പോർട്സ്, അതൊക്കെയാണ് വാല്യൂ ആഡഡ് കോഴ്സിൽ വരുന്നത്. ഇനി MDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ്, അതായത് സ്വന്തം പഠന വിഷയമല്ലാത്ത വിഷയങ്ങളിൽ അതിലും ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് MDC. ഇനി അടുത്തത് SEC ആണ്, അതായത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ്. അതായത് ഇപ്പോൾ 4 C's എന്ന് നമുക്കറിയാം. എന്താണ് 4 C's എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. അപ്പോൾ നിശ്ചിത ക്രെഡിറ്റുകൾ ഈ 4 നേടിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു വെബ്സൈറ്റ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. www.kshec.kerala.gov.in എന്നുള്ള സൈറ്റിൽ FYUGP എന്ന ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ,
ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഡെയിലി അറിയണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.